ഹലോ എവരിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്ര സ്വീഡനിലെ ഫേമസ് പാലസായ ദ്രോട്ടിംഗ്ഹോം പാലസിലേക്കാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. ഞങ്ങളുടെ സ്ഥലത്തിൽ നിന്നും ഏകദേശം ഒരു 1 അവർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു ദ്രോട്ടിംഗ്ഹോം പാലസിലേക്ക്. ബസ്സിൽ പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടാലോ നമുക്ക്. അങ്ങനെ ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന വ്യൂ ആണിത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു ലേക്കാണുള്ളത്. അതുപോലെ ആ നേരെ കാണുന്ന ബിൽഡിംഗ് ആണ് പാലസിന് തൊട്ട് മുന്നേയുള്ള ഒരു കഫേ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണത്. ഇതാണ് പാലസിൻ്റെ എൻട്രൻസ്. ഈ ഒരു റൈറ്റ് സൈഡിലായി കാണുന്ന വലിയൊരു ബിൽഡിംഗ് ആണ് പാലസ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിമനോഹരമായി ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ട്രീസൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഒരു പ്രത്യേക ഡിസ്റ്റൻസിലാണ് ആ ട്രീസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ പാലസ്. ഒരുപാട് മുറികളുള്ള പാലസ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി അകത്തേക്ക് കടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രവൃത്തി സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. പാലസിൻ്റെ ഉള്ളിൽ കടക്കുന്നതിന് പ്രത്യേക ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം 5 മണി വരെ ഈ പാലസ് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയതിന് കാരണം ആ പാലസ് ഫുൾ കവർ ചെയ്യാനുള്ള ഒരു സമയം നമുക്കുണ്ടാവില്ല എന്ന് തോന്നിയത് കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയില്ല. ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഫ്ലോർ വരെ പോയി എങ്ങനെയുണ്ട് ഇതൊക്കെ നോക്കി. അതിനുശേഷം ഞങ്ങൾ ഇതിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ പാലസിൽ നിന്ന് നോക്കുമ്പോൾ നേരെ കാണുന്നത് ലേക്കിൻ്റെ വ്യൂ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലേക്ക്, ഒരു സ്റ്റാറ്റ്യൂ ഉണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് വലിയൊരു ലേക്കാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പാലസിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇതാണ് പാലസിൻ്റെ ഉൾഭാഗം. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിമനോഹരമായ ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുന്നതിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. 16-ാം നൂറ്റാണ്ടിലാണ് ഈ പാലസിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഈ പാലസ് സ്വീഡൻ രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതികളിൽ ഒന്നാണ്. സമ്മർ ഡേയ്സുകളിൽ ഇവിടുത്തെ പ്രിൻസസൊക്കെ ഈ പാലസിൽ താമസിക്കാറുണ്ട്. അതിനുവേണ്ടി തന്നെ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ഏരിയ അതിനായി മാറ്റിവെച്ചിട്ടുമുണ്ട്. ഞങ്ങൾ പോയ ഡേ തന്നെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഈ പാലസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. പല പാക്കേജുകളിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് ബസ്സിൽ വന്ന് അതിനൊരു ഗൈഡ് കാര്യങ്ങളൊക്കെ ആയി കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ മുന്നോട്ടേക്ക് നടന്നു.
അടുത്തത് ഞങ്ങൾ പോയത് ത്രോട്ടിംഗ്ഹോം തിയേറ്ററിലാണ്. 1766 ഈ തിയേറ്റർ നിർമ്മിച്ചത്.
തിയേറ്ററിന് ശേഷം പിന്നീട് ഞങ്ങൾ കണ്ടത് അതിമനോഹരമായ ഗാർഡൻ ആയിരുന്നു. ബുഷസും ലോണുമൊക്കെയായി മനോഹരമായിട്ട് തന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൗണ്ടെയിൻസ് ഉണ്ടായി, അതുപോലെ തന്നെ ഒരു മിനി വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ട്രീസ് പ്രത്യേക ഡിസ്റ്റൻസിൽ ഒരു ലോങ് ഡ്യൂറേഷൻ വെച്ച് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ സമ്മർ കൂടി ആയതിനാൽ നല്ല പച്ചപ്പിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഓട്ടം സീസണിലാണ് വരുന്നതെങ്കിൽ പല കളറിലായിരിക്കാം ഈ ട്രീസ് ഉണ്ടാവുക, പച്ച, ചുവപ്പ് അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ലേക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് ആ ലേക്കിൻ്റെ വ്യൂ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മനോഹരമായ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.